എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ചെയ്ത ഗ്രാഫ്റ്റിംഗ് ആണ്. റൂട്ട് സ്റ്റോക്കിൻ്റെയും സയോണിൻ്റെയും തൊലികൾ തമ്മിൽ നിർബന്ധമായും കൃത്യമായി കൂട്ടിമുട്ടണം, എന്നാലേ ഗ്രാഫ്റ്റിംഗ് സക്സസ് ആവുള്ളൂ. ഇപ്പോൾ കോണി വെച്ച് മാവിൻ്റെ മുകളിൽ ഞാൻ കയറി. ഇനി നമ്മൾ ഒട്ടിക്കാനുള്ള ഒരു നല്ല ചില്ല തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ ചുറ്റുപാട് ക്ലീൻ ചെയ്യണം. ആവശ്യമില്ലാത്ത കുറേ ഇലകളൊക്കെ മുറിച്ച് കളയും. അതിൻ്റെ അടുത്തുള്ള ചെറിയ ചെറിയ കമ്പുകൾ ആവശ്യമില്ലാത്തതെല്ലാം മുറിച്ച് കളഞ്ഞ് അതിനെ വെടുപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള നമ്മുടെ ബ്രാഞ്ചിൻ്റെ അറ്റം കുറച്ച് മുറിച്ച് കളഞ്ഞു. ഇനി അതിൻ്റെ ചുറ്റുപാടൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് ഇലകൾ ആവശ്യമില്ലാത്ത ഇലകളൊക്കെ മുറിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഗ്രാഫ്റ്റിംഗ് പ്രോസസ്സിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് ഞാൻ ഒരു ബഞ്ച് മൽഗോവയുടെ ഒരു 5-10 ബ്രാഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ 100% മാച്ചിങ് ആയിട്ടുള്ള ഒരെണ്ണം സെലക്ട് ചെയ്യണം. ഇപ്പോൾ റൂട്ട് സ്റ്റോക്കും സയോണുമായിട്ട് 100% മാച്ച് ചെയ്യിക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിലേറ്റവും മാച്ച് ചെയ്യുന്നത് 100% മാച്ച് ചെയ്യുന്നതാണ് ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാം, അത് വെച്ച് നോക്കി. അപ്പോൾ കറക്റ്റാണ്. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. അതിൻ്റെ എഡ്ജൊന്ന് ക്ലിയർ ചെയ്തു റൂട്ട് സ്റ്റോക്കിൻ്റെ. ഇനി ഞാൻ ബ്ലേഡ് എടുത്തു പോക്കറ്റിൽ നിന്ന്. ബ്ലേഡ് എടുത്ത് അതിൻ്റെ അറ്റം നെടുകെ ഒരു 1.5 ഇഞ്ച് ആഴത്തിൽ പിളർക്കാൻ പോവുകയാണ് ബ്ലേഡ് കൊണ്ട്. പതുക്കെ രണ്ട് സൈഡിലേക്കും തെറ്റിപ്പോവാതെ. നല്ല പുതിയ ബ്ലേഡാണ്, ഷാർപ്പാണ്, അപ്പോൾ സൂക്ഷിക്കണം. ഒരു 1.5 ഇഞ്ച് ആഴത്തിൽ നടുവിലൂടെ 2 സൈഡ് പിടിച്ചിട്ട് പതുക്കെ ഇറക്കുകയാണ് ബ്ലേഡ്. അപ്പോൾ നമുക്കൊരു ഗ്യാപ്പ് അവിടെ ഉണ്ടാക്കാൻ പറ്റും. അതിലാണ് ഇനി നമ്മൾ സയോൺ വയ്ക്കുക. ഇനി അടുത്തത് സയോണിൻ്റെ സൈഡ് അറ്റം റൂട്ട് സ്റ്റോക്കിൽ വെച്ച് കൊടുക്കാനുള്ള അറ്റം നമ്മൾ ചെത്താൻ പോവുകയാണ്. ഇത്തിരി ടഫായതുകൊണ്ട് ആദ്യം കത്തി കൊണ്ടൊന്ന് ചെത്തുകയാണ്. അതിൻ്റെ ഫൈനൽ ഫിനിഷിങ് ബ്ലേഡ് കൊണ്ട് തന്നെയാണ് ചെയ്യുക. നല്ല നൈസായിട്ട് സ്മൂത്തായിട്ട് എടുക്കാൻ പറ്റും ബ്ലേഡ് കൊണ്ട് ചെയ്യുമ്പോൾ. ഇപ്പോൾ ബ്ലേഡ് കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫൈനൽ ഫിനിഷിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളതിലേക്ക് ഇറക്കി വെക്കണം. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഗ്യാപ്പിലേക്ക്, റൂട്ട് സ്റ്റോക്കിൻ്റെ ഗ്യാപ്പിലേക്ക് സയോൺ. ഇപ്പം നിങ്ങൾക്കത് ഭംഗിയായിട്ട് കാണാം. നല്ല 2 സൈഡും ചെത്തി ഇതാ അത് കൃത്യമായിട്ട് കണ്ടോളൂ. ഇതാണ് അതിൻ്റെ എഡ്ജ്, സയോണിൻ്റെ എഡ്ജ്. ഇനിയിപ്പോൾ നമ്മളത് റൂട്ട് സ്റ്റോക്കിലേക്ക് ഇറക്കി വെക്കുകയാണ്. കറക്റ്റായിട്ട് ഇറക്കി നല്ല ടൈറ്റായിട്ട് വെക്കുകയാണ്. അത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. നാട ചുറ്റലാണ് അടുത്ത സ്റ്റെപ്പ്. നമ്മൾ ജോയിൻ ചെയ്ത ഭാഗത്ത് കവർ ചെയ്യണം. അതിന് നാട ചുറ്റാണ്. നല്ല ടൈറ്റ്, എത്താൻ നമുക്ക് ടൈറ്റാക്കാൻ പറ്റുമോ അത്രയും ടൈറ്റായിട്ട് നാട ചുറ്റാണ്. നാട ഞാൻ ഉണ്ടാക്കുന്നതാണ്, ഞാൻ വാങ്ങാറില്ല. നല്ല ഫുഡ് പാക്കിങ്ങിൻ്റെ ബേക്കറി കടയിൽ നിന്ന് ഉറകൾ വാങ്ങി ഒരു 1 ഇഞ്ച് വീതിയിൽ സിസേഴ്സിൽ കട്ട് ചെയ്തെടുക്കുന്നതാണ്. ഇപ്പം നാട ചുറ്റിക്കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ റൂട്ട് സ്റ്റോക്കും സയോണും ജോയിൻ ചെയ്ത ഭാഗത്ത് ഒരു ചരട് വെച്ച് നല്ല ടൈറ്റായിട്ട് ചുറ്റിക്കെട്ടാൻ പോവാണ്. അത് രണ്ടും നല്ലോണം ചേർന്നിരിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് അതിൻ്റെ അടിഭാഗത്ത് 1-2 ചെറിയ ചില്ലകളൊക്കെ ഇപ്പം ഞാൻ വെട്ടിക്കളയാണ്. അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇത് പിടിക്കുകയാണെങ്കിൽ, മുകുളങ്ങളൊക്കെ വരികയാണെങ്കിൽ ഈ ചില്ലകളുടെ ആവശ്യം നമുക്കില്ല. പിന്നെ അതിൻ്റെ ഗ്രോത്ത് കൂട്ടാൻ നമ്മളിത് വെട്ടിക്കളയുന്നത് അതിലേക്കുള്ള ഫുഡ് ആൻഡ് വാട്ടർ സപ്ലൈ കൂട്ടാൻ സാധിക്കും. അപ്പോൾ ഇവരുടെ ഷെയറും കൂടെ ആ ഭാഗത്തേക്ക് കുറച്ച് കിട്ടും. അപ്പം നമ്മുടെ സയോൺ രക്ഷപ്പെട്ടു പോരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അങ്ങനെ ചെയ്താൽ. അപ്പോൾ അതിൻ്റെ സൈഡെല്ലാം നീറ്റാക്കി ഇനി ഞാൻ പറഞ്ഞ ചരട് കെട്ടുകയാണ്. അതവിടെ മാത്രമേ ഉള്ളൂ.
ആ രണ്ടും സയോണും റൂട്ട് സ്റ്റോക്കും ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് മാത്രം നല്ല ടൈറ്റായിട്ട് മുറുക്കി കെട്ടുകയാണ്. അത് നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അഴിച്ച് കളയാനുള്ളതാണ്. അധികം ദിവസം വയ്ക്കാൻ പാടില്ല അത്. ഇനി അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് കിടക്കുകയാണ്. നമ്മൾ വെള്ളം നനച്ച ഒരു റോറ, അതിലൊരു ഈർപ്പം നിലനിർത്തണം. അതിനു വേണ്ടിയാണ്. ഇനിയിപ്പോൾ കുറേശ്ശെ വെയിൽ തുടങ്ങി, അപ്പോൾ ചൂട് കൂടും. അപ്പോൾ അതുകൊണ്ട് കുറച്ച്, അല്ലെങ്കിൽ എപ്പോഴും കുറച്ച് ഈർപ്പം നിലനിർത്താൻ ഉറ നനച്ച് വയ്ക്കുന്നത് നല്ലതാണ്. അതിൽ നല്ല ടൈറ്റായിട്ട് വായു കിടക്കാത്ത രീതിയിൽ ചുറ്റിക്കെട്ടാണ് ഉറ. അപ്പം അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഈർപ്പം നിറഞ്ഞ അന്തരീക്ഷത്തിൽ നമ്മുടെ സയോൺ പെട്ടെന്ന് ചിലപ്പം അത് ചേർന്ന് പുതിയ മൂളങ്ങൾ വരും. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അതിൻ്റെ തൊട്ടപ്പുറത്ത് മറ്റൊരു മാവിൽ ഞാൻ ചെയ്തതിൻ്റെ അവസാന ഭാഗമാണ് കാണിക്കുന്നത്. ബലമുള്ള ചില്ലകളൊക്കെ ആകുമ്പോൾ നമ്മൾ കത്തി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ബലം കുറഞ്ഞതാണെങ്കിൽ, സോഫ്റ്റ് ആണെങ്കിൽ ബ്ലേഡ് മാത്രമേ വേണ്ടൂ. നല്ല ഫിനിഷിങ് കിട്ടാൻ ബ്ലേഡാണ് നല്ലത്. അപ്പം അതിൻ്റെ കഴിഞ്ഞു. അതിൽ ഒരയിട്ട് കെട്ടുകയാണ്. ഇതൊരു 10-15 അടി അകലത്തിൽ നിൽക്കുന്ന 2 മാവുകളിലാണ് ചെയ്തത്. ഈ 2 മാവിലും ഈ 2 എണ്ണം വീതം പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു മൽഗോവ, ഒരു സിന്ദൂരം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, മാക്സിമം ഷെയർ ചെയ്യണേ. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം.